പ്രിയ വിദ്യാർത്ഥികളെ, ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്ത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അക്കൗണ്ടൻ്റ് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഫൈനൽ അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു പ്രസൻറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ വർഷത്തെ വരവും ചെലവും തമ്മിൽ കമ്പയർ ചെയ്ത് ഇൻകവും എക്സ്പെൻസും കമ്പയർ ചെയ്ത് തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിലൂടെ ആ വർഷം ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദെൻ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ബാലൻസ് ഷീറ്റ് ഓർ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു പ്രസൻറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്, ദാറ്റ് ഈസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ഇപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ്സിൻ്റെ അസറ്റുകൾ ഏതൊക്കെയാണ്, ആ ബിസിനസ്സിന് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ട്, ദെൻ ക്യാപിറ്റൽ എത്രയാണ്, ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കണം. അതിലൂടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാൻ കഴിയും. ദെൻ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. അതിലൂടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ആദ്യം നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് പരിചയപ്പെടാം. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കമ്പൈൻ ചെയ്ത് തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് March 31, 2020. 2020 മാർച്ച് 31 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഫസ്റ്റ് പാർട്ടിനെ പറയുന്ന പേരാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടെത്തുന്നത് ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് ബിസിനസ്സിന് കിട്ടുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഡയറക്റ്റ് ഇൻകവും ഡയറക്റ്റ് എക്സ്പെൻസുകളുമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ദെൻ അതിന് താഴെ ട്രേഡിംഗ് അക്കൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടിനെ പറയുന്ന പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ മുകൾ ഭാഗത്തെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയും. അതിൻ്റെ തുടർച്ചയായി ഒരു എക്സ്റ്റൻഷനായി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താത്ത ഇൻകവും എക്സ്പെൻസുമാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകങ്ങളുമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. ഈ അക്കൗണ്ട് തയ്യാറാക്കുന്നതോടുകൂടി ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വർഷം അവർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ അക്കൗണ്ടിന് പ്രധാനമായിട്ടും 4 കോളങ്ങളാണുള്ളത്. ഡെബിറ്റ് സൈഡ് വരുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡും വരുന്നുണ്ട്. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഓരോ പർട്ടിക്കുലേഴ്സ് കോളങ്ങളും ഓരോ എമൗണ്ട് കോളങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ പ്രധാനമായിട്ടും എഴുതുന്നത് എക്സ്പെൻസുകളാണ്. എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആർ ഡെബിറ്റഡ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആർ ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് ഇൻകവും മറുഭാഗത്ത് എക്സ്പെൻസുകളും രേഖപ്പെടുത്തി അത് കമ്പയർ ചെയ്താണ് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് prepared to ascertain the profit or loss arising from the trading activities of the business. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് ആയിട്ട് വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ബിസിനസ് ആക്ടിവിറ്റീസിൽ നിന്ന് ആ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചിലവുകൾ, പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന ചിലവുകൾ,
റോ മെറ്റീരിയൽസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചിലവുകൾ, ഇത്തരം ചിലവുകളെ നമ്മൾ പറയുന്ന പേര് ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്നാണ്. അപ്പോൾ പർച്ചേസ് എക്സ്പെൻസും അതിനോടൊപ്പം തന്നെ മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസുകളും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവരും. അതുപോലെ പ്രധാനപ്പെട്ട ഇൻകം സെയിൽസ് അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇഫ് ദ എമൗണ്ട് ഓഫ് സെയിൽസ് ദാറ്റ് ഈസ് ഡയറക്റ്റ് ഇൻകം exceed the amount of purchase and expenses directly connected with the purchase, the difference is termed as gross profit. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വർഷത്തെ സെയിൽസ് എമൗണ്ടും ദെൻ ആ വർഷത്തെ പർച്ചേസിനും മറ്റ് ചെലവുകൾക്കും വേണ്ടി വന്നിട്ടുള്ള ടോട്ടൽ എമൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും. അങ്ങനെ സെയിൽസ് എമൗണ്ട് ആ എക്സ്പെൻസ് എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ്. ഇഫ് ദ പർച്ചേസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ് എക്സീഡ്സ് the amount of sales, the difference is termed as gross loss. ഇനി പർച്ചേസ് എക്സ്പെൻസും മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസുകളും സാധനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ചെലവും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചെലവുകളെല്ലാം മാനുഫാക്ചറിങ് എക്സ്പെൻസുകളെല്ലാം കൂട്ടി കിട്ടുന്ന എമൗണ്ടും സെയിൽസ് എമൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് എമൗണ്ട് ആണ് കുറവെങ്കിൽ അതല്ലെങ്കിൽ എക്സ്പെൻസ് എമൗണ്ട് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗ്രോസ് ലോസ്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, അതല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ് വരുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പ്രധാനമായിട്ടും 2 ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് ഇൻകവും. ആൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ പർച്ചേസിങ് ദ ഗുഡ്സ് ബ്രിങ്ങിങ് ദം ടു ദ ഗോഡൗൺ ആൻഡ് മാനുഫാക്ചർ ഓഫ് ഗുഡ്സ് ആർ കാൾഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസിൽ പ്രധാനമായിട്ടും വരുന്നത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചിലവുകൾ, അത് റോ മെറ്റീരിയൽസ് ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, ദെൻ അത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചിലവ്, ദെൻ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് ഇൻകം ഈസ് വൺ വിച്ച് ഈസ് ഏൺഡ് ഡയറക്ട്ലി ബൈ വേ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിൽ നിന്നും ആ ബിസിനസ്സിന് കിട്ടുന്ന വരുമാനത്തെയാണ് ഇവിടെ ഡയറക്റ്റ് ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഗുഡ്സോ സർവീസസോ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ആ ബിസിനസ്സിന് കിട്ടുന്ന എമൗണ്ടിനെയാണ് ഇവിടെ ഡയറക്റ്റ് ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഡയറക്റ്റ് ഇൻകവും ഡയറക്റ്റ് എക്സ്പെൻസുകളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, അതല്ലെങ്കിൽ ഗ്രോസ് ലോസ് വരും. ഡയറക്റ്റ് ഇൻകം കൂടുതലാണെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് കൂടുതൽ വരുന്നതെങ്കിൽ അതിനെ ഗ്രോസ് ലോസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് പരിചയപ്പെടാം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ സാധാരണ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ഈ ഫോർമാറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൽ ഉൾപ്പെടുത്താത്ത ചില ഐറ്റംസ് വരും, അത് ഇലുസ്ട്രേഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൻ്റെ ഹെഡിങ് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. ഏത് ഫിനാൻഷ്യൽ ഇയറിലെ ട്രേഡിംഗ് അക്കൗണ്ട് ആണോ തയ്യാറാക്കുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ് ഹെഡിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഹെഡിങ്ങിൽ തന്നെ ഡേറ്റ് ഉൾപ്പെടുത്തിയത് കൊണ്ട് പിന്നീട് പ്രത്യേകം ഡേറ്റ് കോളങ്ങളുടെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡിൽ ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു എമൗണ്ട് കോളം. ഇനി ഡെബിറ്റ് സൈഡിൽ വരുന്ന പ്രധാന ഐറ്റംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം രേഖപ്പെടുത്തേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന സമയത്ത് ആ ബിസിനസ്സിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണോ അതാണ് ആദ്യം രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കൊണ്ടുവരുന്നത്. അത് റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം. ഇത്തരം ഐറ്റങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് രേഖപ്പെടുത്തേണ്ടത്. ദെൻ അതിനുശേഷം പർച്ചേസസ്, ആ വർഷത്തെ ആ ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ പർച്ചേസസ് ആണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. പർച്ചേസസ് എന്ന് പറയുമ്പോൾ ക്യാഷ് പർച്ചേസസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ്, ടോട്ടൽ പർച്ചേസസ് രേഖപ്പെടുത്തി അതിൽ നിന്ന് പർച്ചേസസ് റിട്ടേൺസ് ആ വർഷം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് കുറച്ച് എഴുതണം. ലെസ് പർച്ചേസസ് റിട്ടേൺസ്. ഇനി കിട്ടുന്ന നെറ്റ് പർച്ചേസസ് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് രേഖപ്പെടുത്തി, ദെൻ അതിനുശേഷം ആ വർഷത്തെ ടോട്ടൽ പർച്ചേസ് എഴുതി, അതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് എഴുതി. ദെൻ ഇനി മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സ്പെൻസുകളാണ് വേജസ്, ദെൻ ക്യാരേജ് ഇൻവേർഡ്സ്, ബിസിനസ്സിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ചിലവുകൾ, ദെൻ ഫ്യുവൽ, ഫാക്ടറി റെൻറ്റ്, ദെൻ ഇമ്പോർട്ട് ഡ്യൂട്ടി, സാധനങ്ങൾ ഇറക്കുമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി വരുന്ന ചിലവ്,
ദെൻ ക്ലിയറിംഗ് ചാർജസ്, ദെൻ അതർ മാനുഫാക്ചറിങ് എക്സ്പെൻസുകൾ. ഇത്രയും എക്സ്പെൻസുകളാണ് പ്രധാനമായിട്ടും ഡെബിറ്റ് ചെയ്യേണ്ടത്. സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വരുന്ന ചിലവുകൾ, ദെൻ സാധനം കൊണ്ടുവരുന്നതിനുള്ള ചിലവുകൾ, ദെൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ചിലവുകൾ. ഇത്രയും ചിലവുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസിൽ ഉൾപ്പെടുത്തേണ്ടത്. അത്രയും കാര്യങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ആ വർഷത്തെ ടോട്ടൽ സെയിൽസ് ആണ് ആദ്യം രേഖപ്പെടുത്തേണ്ടത്. ഏത് ഫിനാൻഷ്യൽ ഇയറിലെ ട്രേഡിംഗ് അക്കൗണ്ട് ആണോ തയ്യാറാക്കുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ സെയിൽസ് ആണ് ആദ്യം രേഖപ്പെടുത്തേണ്ടത്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. ഈ ടോട്ടൽ സെയിൽസിൽ നിന്നും ആ വർഷം സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ റിട്ടേൺസ് ആ ടോട്ടൽ സെയിൽസിൽ നിന്ന് കുറച്ച് എഴുതണം. അങ്ങനെ കിട്ടുന്ന നെറ്റ് സെയിൽസ് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ അതിനുശേഷം ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവരേണ്ടതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ വെരിഫിക്കേഷനിലൂടെ ആ ബിസിനസ്സിലെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യണം. ആ വാല്യൂ ചെയ്ത് കിട്ടുന്ന ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ രണ്ടാമതായിട്ട് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രധാനമായിട്ടും വരുന്നത്. എല്ലാ ഐറ്റങ്ങളും എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ആ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇൻകാണ് കൂടുതൽ വരുന്നത്. ആ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ ഇനി ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിലോ ഇപ്പോൾ ബാലൻസ് കിട്ടുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ഇറ്റ് ഈസ് കാൾഡ് ഗ്രോസ് ലോസ്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലും ഗ്രോസ് ലോസ് ആണെങ്കിലും അത് എങ്ങോട്ട് ബ്രോട്ട് ഡൗൺ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യണം. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ഏതാണ്, ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് ഇൻകം ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യാനുള്ള ഒരു ഇലുസ്ട്രേഷൻ ചർച്ച ചെയ്യാം. ഓക്കെ.